Good afternoon, all. Good afternoon, ma'am. Good afternoon. Okay, our computer, basic of computer എടുത്തിട്ട് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മൾ എടുത്തു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഫീൽ ചെയ്തോ? എന്തെങ്കിലും ചോദിക്കാനായിട്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ. എവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? നമ്മൾ ആ ഒരു ഫോമാറ്റ് കാണിച്ചു അല്ലെ? അതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ അതിന്റെ ഉപയോഗം എന്താണ് അല്ലെ? ആപ്ലിക്കേഷൻ എന്താണെന്നാണ് പറഞ്ഞ് എടുക്കാനുള്ളത് അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റലില് ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലൊക്കെ എല്ലാ കാര്യങ്ങളും അല്ലെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് എല്ലാ ഡാറ്റാസ് ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വേർഡ് പ്രോസസ്സിംഗ് അതിന്റെ ഉപയോഗം തീർച്ചയായിട്ടും നമ്മൾ കണ്ടുവരുന്നു. എന്താണ് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടോ ലെറ്ററോ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു ഇതാണ് അല്ലെ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലില് അത് എന്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. എന്തിനൊക്കെ സാധാരണയായിട്ട് ഈ വേർഡിന്റെ ഉപയോഗം ഹോസ്പിറ്റലില് എന്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും? എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടോ? നമ്മള് ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ചെല്ലുമ്പോഴൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. എന്തെങ്കിലും ഐഡിയ കിട്ടുമെന്ന് അറിയാനാണ്. ഓക്കെ, റെക്കോർഡ് കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കറിയാം റെക്കോർഡിക്കലി നമുക്ക് ടൈപ്പ് ചെയ്ത് അല്ലെ എല്ലാ കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഡോക്യുമെന്റേഷൻ നമുക്കറിയാം ഫിസിഷ്യനൊക്കെ ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ അല്ലെ എല്ലാ കാര്യങ്ങളും പേഷ്യന്റിന്റേതായിട്ടുള്ള റുട്ടീനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ ഡോക്യുമെന്റേഷൻ പർപ്പസിന് അത് ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലും വേറെന്തെങ്കിലും കാര്യത്തിന് ലാബില് ഓക്കെ എല്ലാത്തിലും നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാലേ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കാറുണ്ട് അല്ലെ? അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഇപ്പൊ ലാബിലാണെങ്കിൽ എവിടെയാണെങ്കിലും ലാബിലാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം ഷുഗർ പ്രഷറൊക്കെ ചെക്ക് ചെയ്യേണ്ട സമയക്രമമൊക്കെ കൃത്യമായിട്ടൊക്കെ അങ്ങനെയുള്ള സമയത്ത് ഫാസ്റ്റിംഗ് ഒക്കെ ഏത് സമയത്ത് എടുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതി തയ്യാറാക്കുന്നുണ്ട് അല്ലെ? അത് അവിടെ ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെ അതൊക്കെ ഇഷ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് എന്ന ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മെഡിക്കൽ ഹിസ്റ്ററിയൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് മെഡിക്കൽ ഇതിന്റെ അല്ലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു ആപ്ലിക്കബിലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് പേഷ്യന്റ് റെക്കോർഡ്. എന്നറിയാം പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിപ്പിക്കണം അല്ലെ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ തന്നെ റെക്കോർഡ് സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അവിടേക്ക് കൃത്യമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യണം അല്ലെ? നമുക്ക് ഇൻ കേസ് ഒരു പേഷ്യന്റ് വന്നു പോയാൽ വീണ്ടും ആ പേഷ്യന്റ് വരുന്ന ടൈമിൽ നമുക്കറിയാം സെർച്ച് ചെയ്ത് ആ നമ്പർ അടിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ ഡീറ്റെയിൽസ് എല്ലാം വരും അല്ലെ? അത് കണ്ടിട്ടാണോ ഫിസിഷ്യൻസ് അല്ലെ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നേരത്തെ കൊടുത്തത്, എങ്ങനെയാണ് മെഡിസിനോട് പ്രതികരിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ റെക്കോർഡിക്കലി അത് രേഖപ്പെടുത്തി അല്ലെ അത് സേവ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും വീണ്ടും അങ്ങനെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. നോക്കാം, മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ്സ് healthcare professionals to and keep electronic patient records.
അതായത് പ്രൊഫഷണല് അതെ അത്തരത്തിലുള്ള പേഷ്യൻസ് അല്ലെ പ്രൊഫഷണൽസ് ആണ് അതിലേക്ക് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി കൊടുക്കുന്നത്. ഇലക്ട്രോണിക്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് പേഷ്യന്റ് റെക്കോർഡ് എല്ലാ കാര്യങ്ങളും അത് പ്രൊഫഷണൽസ് രേഖപ്പെടുത്തി കൊടുക്കുന്നത്. These records consist of a patient's demographic, medical history, test result, diagnosis, treatment plans and progress notes. അതായത് നമുക്കറിയാം ഈ റെക്കോർഡ് എന്നതില് പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ, റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നത് പറയുന്നത് ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാം, ഏജ്, ജെൻഡർ, എവിടെ നിന്ന് വരുന്നു അല്ലെ, എല്ലാ കാര്യങ്ങളും പേര് കാര്യങ്ങളെല്ലാം ഡെമോഗ്രാഫിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, അസുഖം അല്ലെ പാസ്റ്റ് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചികിത്സയൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള മെഡിക്കൽ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നുണ്ട്. ടെസ്റ്റ് റിസൾട്ട്സ് അല്ലെ, നമ്മള് ഇപ്പോ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നേരത്തെയുള്ള ഭാഗമായിട്ടൊക്കെ എന്തെങ്കിലും റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അപ്ഡേറ്റ് ആയിട്ട് തന്നെ അതിൽ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡയഗ്നോസിസ് നമുക്ക് എന്താ പറയാ രോഗനിർണയങ്ങൾ അല്ലെ, എന്തെങ്കിലും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്കറിയാം എന്തൊക്കെ രോഗമാണ് എന്ന് അല്ലെ, എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്ന രോഗം, ആ രോഗനിർണയ ഡീറ്റെയിൽസുകൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ട്രീറ്റ്മെന്റ് പ്ലാൻസ് അല്ലെ, നമുക്കറിയാം അത് എങ്ങനെയാണ് അല്ലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചികിത്സാ കാര്യങ്ങളാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്ലാനും കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതാണ് പ്രോഗ്രസ് നോട്ട്, അതായത് ഈ ട്രീറ്റ്മെന്റിന്റെ അനുസരിച്ചിട്ടുള്ള പ്രോഗ്രസ് അല്ലെ, അത് എത്രത്തോളം ഉണ്ട്, അതായത് പുരോഗതി അല്ലെ, ട്രീറ്റ്മെന്റ് ഓക്കെ വരെ രോഗങ്ങളൊക്കെ ഭേദമാവുന്നുണ്ട്. നെക്സ്റ്റ് അല്ലെ നേരത്തെ വന്നതിൽ നിന്നും നമുക്കറിയാം ചില ചികിത്സകളൊക്കെ നീണ്ടകാലം നീണ്ടു നിന്ന് അല്ലെ അത് ടൈം ടു ടൈമിൽ മാത്രമേ മാറൂ. അപ്പൊ പുരോഗതി ഉണ്ടോ എന്ന് ഓരോ ടൈമിലും അത് ഇവാലുവേറ്റ് ചെയ്ത് അല്ലെ വിലയിരുത്തേണ്ടതുണ്ട്. അതെല്ലാം മസ്റ്റായിട്ട് റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഇതിൽ ഈ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് പ്രൊഫഷണൽസ് അതിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. എന്താ നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത്, വേർഡ്സ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് enable the organization and customization of a patient information for easy reference and retrieval. അതായത് നമ്മളിപ്പോ ഈ ഉൾപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് അല്ലെ, അത് നമുക്ക് നമ്മളുടെ പ്രത്യേകത ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താ, ടൈം ടു ടൈമിൽ നമുക്ക് റെഡി ആവണം അല്ലെ, അത് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പൊ റെഫറൻസ് പരിശോധിക്കണമെങ്കിലും അത് ഏത് ടൈമിലാണെങ്കിലും ഏത് ഇയറിലാണെങ്കിലും ആ പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ തെരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും അല്ലെ. നമുക്കറിയാം ആ OP നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് ഒക്കെ വരും അല്ലെ. അപ്പൊ അതിന്റെ ഹിസ്റ്ററീസ് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു അവർക്കുള്ള അല്ലെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന സമ്പ്രദായം അനുസരിച്ചിട്ട് എളുപ്പത്തില് അത് നമുക്ക് തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ, കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കാം. കേളേ സ്പീഡ് കൂടുന്നുണ്ടോ? ഇപ്പോൾ കയ്യേറിയതാണ്. എന്തായാലും പ്രത്യേകിച്ചൊന്നും നമ്മൾ ഒരുപാട് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഫസ്റ്റ് പോയിന്റ് മാത്രമാണ്, അതായത് ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള അതിന്റെ കാര്യം എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ളത് മാത്രമാണ്. റിട്രൈവൽ എന്ന് പറയുന്നത് വീണ്ടെടുക്കൽ, അതായത് തെരഞ്ഞെടുക്കാൻ എളുപ്പം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതില് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഈ വേർഡ് പ്രോസസ്സിംഗ് ഉപയോഗപ്രദമാക്കാം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഡോക്യുമെന്റും അല്ലെ റിട്ടേൺ ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റും റിസൾട്ട് കാര്യങ്ങളൊക്കെ ഇത് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ആ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതില് ജസ്റ്റ് എങ്ങനെയാണ് അതിലെ പേഷ്യന്റിന്റേതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് എന്നുള്ളതാണ് പറഞ്ഞുപോയത്. ഇപ്പൊ പേഷ്യന്റിന്റെ എന്താണ് ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഏജും ജെൻഡറും എവിടെ നിന്ന് വരുന്നു, പേര് അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങള്, മെഡിക്കൽ ഹിസ്റ്ററികള്, ദെൻ ടെസ്റ്റ് റിസൾട്ടുകള്, ദെൻ ഡയഗ്നോസിസ് രോഗനിർണയ കാര്യങ്ങള്, ദെൻ ട്രീറ്റ്മെന്റിന്റെ പ്ലാനിങ് കാര്യങ്ങളും, ദെൻ പ്രോഗ്രസ് നോട്ട്സ് അല്ലെ നിലവില് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുള്ള ആ ഒരു പുരോഗതി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ദെൻ പിന്നെ അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് അല്ലെ വളരെ എളുപ്പത്തിൽ റെഫർ ചെയ്തെടുക്കാൻ നമുക്കറിയോ OP നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് റെഫർ ചെയ്തൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ദെൻ റിട്രൈവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കാനായിട്ട്, അതിപ്പോ
ഏത് ഇയറിലെയാണെങ്കിൽ നമുക്കറിയാം ഒരു പേര് ചിലപ്പോൾ ഒരേ പേരൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. അത് ഏത് ഇയറിലെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇയർ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് അത് പെട്ടെന്ന് തിരഞ്ഞെടുക്കാനായിട്ട്. ചിലപ്പോൾ നമ്പർ സിസ്റ്റം ആയിരിക്കും. ഏത് സിസ്റ്റം ആണെങ്കിലും ചില റിപ്പോർട്ടുകളൊക്കെ ചിലപ്പോൾ ലാബിൽ നിന്ന് ഒരു റിപ്പോർട്ടൊക്കെ എടുക്കാനാണെങ്കിൽ അവർ അതിൻ്റെതായ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ടുകളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു വേർഡ് പ്രോസസ്സിംഗ് മെത്തേഡ് ആ ഒരു പ്രോഗ്രാം വെച്ചിട്ട് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാലോ. മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ് നമ്മളിപ്പോ നേരത്തെ കണ്ടു പേഷ്യന്റിന്റേതായ ഡീറ്റെയിൽസ്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞു അല്ലെ, എന്തെങ്കിലും റിപ്പോർട്ടുകളൊക്കെ നമുക്ക് തയ്യാറാക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണ് അല്ലെ. അപ്പൊ നോക്കാം, ഫിസിഷ്യൻസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ യൂസ് വേർഡ് ടു ക്രിയേറ്റ് മെഡിക്കൽ റിപ്പോർട്ട്സ്, റഫറൽ ലെറ്റേഴ്സ്, ഡിസ്ചാർജ് സമ്മറീസ് ആൻഡ് അതർ ക്ലിനിക്കൽ കറസ്പോണ്ടൻസ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെയൊക്കെയുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമാറ്റുകളൊക്കെ സെയിം ആയിരിക്കും അല്ലെ. സെയിം ആയിട്ടുള്ള ഫോർമാറ്റുകളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചില ഡീറ്റെയിൽസ് ഒക്കെ മാത്രമാണ് കൂടുതൽ അഡീഷണൽ ആയിട്ടൊക്കെ കേൾക്കേണ്ടതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കോപ്പിയും അല്ലെ രണ്ടും കോപ്പിയും പേസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഫോർമാറ്റുകളൊക്കെ എടുത്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. നമുക്കറിയാം ചില റിപ്പോർട്ടുകളൊക്കെ വേരിയേഷൻ ഉണ്ടാവും അല്ലെ. അതേമാതിരി തന്നെ ഡിസ്ചാർജ് സമറീസ് എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിന്റെ സമറി അല്ല മറ്റൊരു പേഷ്യന്റിന്റെ വരിക അല്ലെ. അത് അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട സമറീസ് ഒക്കെ ആയിരിക്കും. അപ്പൊ എന്നാൽ എന്നിരുന്നാലും കുറച്ച് മാറ്റർ അല്ലെ, അതിന്റെ ആ ഒരു ജസ്റ്റ് മാറ്ററുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് അല്ലെ ഫോർമാറ്റുകളൊക്കെ നമുക്ക് സെയിം ആയിട്ട് യൂസ് ചെയ്യാം. എളുപ്പത്തിൽ നമുക്ക് ഈ എന്താണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും അല്ലെങ്കിൽ റഫറൽ ലെറ്റേഴ്സോ അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിന്റെ ചികിത്സ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലെ അവരെ പേഷ്യന്റിനെ നമ്മള് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അല്ലെ. അപ്പൊ ആ ടൈം എല്ലാം ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കറിയാം ആ വ്യക്തി സ്റ്റാർട്ട് ചെയ്ത് അഡ്മിഷൻ വന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ചെറുതായിട്ടെങ്കിലും നമുക്ക് ഇൻ കേസ് വീണ്ടും മെസ്സേജുകളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയാണ് നമ്മൾ എവിഡൻസ് ആയിട്ടൊക്കെ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിലെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഈ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള സോഫ്റ്റ്വെയറിന്റെ ആ സഹായത്തോട് കൂടിയിട്ട് അത് എളുപ്പത്തിൽ തയ്യാറാക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ മറ്റു ഏതെങ്കിലും അല്ലെ അതർ ക്ലിനിക്കൽ കറസ്പോണ്ടൻസ് വരെ പറയുന്നുണ്ട്. മറ്റു കത്തിടപാടുകളെല്ലാം നടത്താനായിട്ടും അല്ലെ നമ്മൾ റൈറ്റിംഗ് ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നത്. അപ്പൊ അതിലെ റിപ്പോർട്ടുകളാവാം, ലെറ്ററുകളാകാം, അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറികളാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കത്തിടപാടുകളെല്ലാം തന്നെ വേർഡ് പ്രോസസ്സിംഗിന്റെ സഹായത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോവാലോ. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാൻ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്ത് പോകാനാണ് ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നത്. ചെറിയൊരു സ്പീഡ് ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം ഇൻഫോം ചെയ്യണം. നെക്സ്റ്റ് നോക്കാം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്? The word is useful for generating and updating standard operating procedures with the hospital. അതായത് നമുക്കറിയാം അവിടുത്തെ ആ ഒരു അല്ലെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് സാധാരണയായിട്ട് എന്താണോ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനമായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു പോകുന്നത്. നമുക്കറിയാം ഏത് ഹോസ്പിറ്റലും അതിൻ്റെതായ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെതായ കുറച്ച് നിബന്ധനകളും പോളിസി നയങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ആ പോളിസി നയങ്ങളൊക്കെ തീർച്ചയായിട്ടും മറ്റുള്ളവരെയും കൂടി അത് ചിലപ്പോൾ പക്ഷെ അവിടുത്തെ സ്റ്റാഫുകൾ പാലിക്കേണ്ടതായിരിക്കാം, ചിലപ്പോൾ പേഷ്യൻസ് പാലിക്കേണ്ടതായിരിക്കാം, ചിലപ്പോൾ പബ്ലിക് പാലിക്കേണ്ടതായിട്ടുള്ള നയങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള നയങ്ങളെല്ലാം അല്ലെ വേർഡ് ഈസ് യൂസ്ഫുൾ ഫോർ ജനറേറ്റിംഗ് എന്ന് വെച്ചാൽ സൃഷ്ടിക്കാനായിട്ട്, ആൻഡ് അപ്ഡേറ്റിംഗ് SOPs അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെ പ്രൊസീജിയേഴ്സ് ഒക്കെ ആ നടപടിക്രമങ്ങളെല്ലാം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. These documents frame step by step instructions for various processes like
infection control protocols, medication administration directives, and emergency response procedures. അതായത് ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഇൻഫെക്ഷൻ ഒക്കെ അല്ലെ, ഒരു COVID-19 ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും അല്ലെ, ഇത്രയും അകലം പാലിച്ചിരിക്കണം അല്ലെ, എല്ലാവരും മാസ്ക് ഒക്കെ ധരിച്ചു വരണം, അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഹോസ്പിറ്റലുകാർ പുറത്തു വിടുമായിരുന്നു അല്ലെ. അതെല്ലാം നമുക്കറിയാം വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് രൂപകൽപ്പന ചെയ്യാനായിട്ട് അല്ലെ, അത് നമുക്കറിയാം ഓരോരോ ഭിത്തികളിലൊക്കെ അവർ കൃത്യമായിട്ടൊക്കെ പതിപ്പിച്ചിട്ടുണ്ടാവും. നമ്മളത് വായിച്ചു നോക്കിയാൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കിയിട്ടാണ് പേഷ്യൻസ് ഒക്കെ സാമാന്യ അകലങ്ങളൊക്കെ പാലിച്ചു നിൽക്കുന്നത് അല്ലെ. അത് തന്നെ ഏത് ഭാഗത്തും ഹോസ്പിറ്റലിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻസ് പോളിസികളൊക്കെ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് തയ്യാറാക്കാനായിട്ട് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗപ്രദമാക്കാം എന്ന് പറയുന്നത് ഞാൻ മാത്രം വായിച്ചു പോകും, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടുപോയി എന്ന് പറയിപ്പിക്കുന്നത്. ഏത് സോഫ്റ്റ്വെയർ ഓക്കെ, SOPS എന്ന് പറയുന്ന സംഭവം നമുക്ക് തയ്യാറാക്കാനായിട്ട് ഏത് സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇതൊരു പ്രൊസീജിയറാണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ നിർമ്മിക്കാനായിട്ട് പറ്റും, സൃഷ്ടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അല്ലെ. ഒരു COVID-19 വന്നപ്പോ പബ്ലിക്കിനെ ബോധ്യമാക്കാനായിട്ട് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ ലേബൽ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞ മാതിരി. ഇപ്പൊ ചില അല്ലെ എന്തെങ്കിലും ലാബിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ അതിൻ്റെതായ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി. ഇനി ഈ കേസ് സ്കാനിങ് സെന്ററിലൊക്കെ അല്ലെ, അല്ലെങ്കിൽ എക്സ്റേ സെന്ററിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ ഇന്ന ഓർണമെന്റ്സ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കണം അല്ലെ, അതൊക്കെ മൂടിയിട്ട് വേണം പ്രവേശിക്കാനായിട്ട്. അതല്ലെങ്കിൽ എന്താണ് കൂടുതൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴും അവിടെയും കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. അത് ഇത്രയും കാര്യങ്ങളൊക്കെ ഇത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഏരിയയാണ്. അപ്പൊ പേഴ്സണലായിട്ട് അല്ലെ നമ്മൾ എല്ലാവരും ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള കുറെ നടപടിക്രമങ്ങൾ പ്രോട്ടോകോൾസുകളെല്ലാം അവിടെ എഴുതി വെപ്പിച്ചിട്ടുണ്ടാവും. അതിനെല്ലാം എന്ത് സാധിക്കുമെന്ന് പറയുന്നത് ഈ വേർഡ് പ്രോസസ്സിംഗ് എന്ന സോഫ്റ്റ്വെയർ കൊണ്ട് സാധ്യമാകും എന്നുള്ളതാണ്. ഓക്കെ, ഈ SOPS ഒക്കെ ചിലപ്പോഴെങ്കിലും അതിന്റെയൊക്കെ അബ്രിവേഷൻസ് വരാറുണ്ട്, അതുകൊണ്ട് ആ പോയിന്റ് നോട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ. എന്താണ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്? Education material എന്ന് പറയുമ്പോൾ word can be used to expand the education materials for patients like vouchers, handouts and informational leaflets. അതായത് ചിലപ്പോഴൊക്കെ അല്ലെ ചില പേഷ്യൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില വലിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് സമയത്ത് കാര്യങ്ങളൊക്കെ മാറുള്ളൂ അല്ലെ. ചിലപ്പോൾ ചില ഹോസ്പിറ്റലുകാർ നമുക്കറിയാം ചില എന്തെങ്കിലും അല്ലെ ഇൻ കേസ് നമുക്കറിയാം കുറച്ച് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ചില അല്ലെ നല്ല ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ഉപയോഗക്രമം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഹോസ്പിറ്റലുകാർ തന്നെ പ്രൊവൈഡ് ചെയ്യും ചില എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അല്ലെ. കൂടുതൽ നമുക്കിപ്പോ ഹേർട്ടിനുള്ള ഓരോ ഡിസീസസ് ആണ് ഫീൽ ചെയ്യണമെങ്കിൽ കുറച്ച് നമുക്ക് എന്താണ് ഇത്ര സമയം നമ്മളെടുത്ത് ചിലപ്പോൾ ബ്രീതിങ് ഒക്കെ എടുത്ത് പുറത്ത് വിടുന്ന സമയക്രമമൊക്കെ പറ്റുന്ന തരത്തിലുള്ള മെഷീൻസ് ഒക്കെ എല്ലാ ദിവസവും എക്സസൈസിനൊക്കെ വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ലീഫ്ലെറ്റ്സ് ഒക്കെ നമുക്ക് തരും. അതാണ് ഇങ്ങനെയുള്ള ഈ സാധനമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് കിടക്കേണ്ടത് അല്ലെ. അപ്പൊ അതെല്ലാം എന്താണ് ഈ ലീഫ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവര് ലഭ്യമാക്കുന്നത്. അത് ഏത് തരത്തിലുള്ളതാണെങ്കിൽ ചില പേഷ്യൻസിന് ഇത്തരത്തിലുള്ള ലഘുലേഖകൾ കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ അല്ലെ നമ്മൾ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള മാഗസിൻ ചെറിയ തരത്തിലുള്ള അല്ലെ അഡ്വർടൈസിങ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ മീൻ ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം സൃഷ്ടിക്കാനായിട്ടും നമുക്ക് എന്താണ് വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നോളജ് അല്ലെ, നമുക്ക് ഒരു വിദ്യാഭ്യാസമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. It can be used to expand education materials for patients like brochures and handout and information leaflets. അതായത് ചെറിയ ലേഖകളും അല്ലെങ്കിൽ ചെറിയ പേപ്പർ അല്ലെ അതിലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. Healthcare professionals can generate
visually engaging and informative documents to teach patient about various medical conditions, treatment options, preventive measures and lifestyle changes. In case നിങ്ങൾക്ക് അറിയാം ഒരു ചെറിയൊരു പല്ല് ഡോക്ടറിന്റെ ഒക്കെ അടുത്ത് നമ്മൾ വിസിറ്റ് ചെയ്യാണെങ്കിൽ അവര് ചില അല്ലെ കുറച്ച് ഇതുകളൊക്കെ ചാർട്ടുകളൊക്കെ എടുത്ത് കാണിച്ചു തരും. ഇന്ന ചാർട്ടുകളിലൊക്കെ ഇങ്ങനെ ഇന്ന സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനുകൊണ്ട് ഇത്രയൊക്കെ അല്ലെ കുറച്ച് നാൾ നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ഇതിന് ഇത്രയും എക്സ്പെൻസ് വരും, അല്ലെങ്കിൽ ഇത് ഇത്ര സമയം എടുത്തൊക്കെയാണ്. ഇപ്പൊ ഇങ്ങനെ ആയിട്ട് വരും, നമ്മുടെ ഫേസ് ഇങ്ങനെ വരും. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഏതെങ്കിലും വിഭാഗത്തിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വ്യക്തമായിട്ടും പേഷ്യൻസിനെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അതിൻ്റെതായ ബുക്ക്ലെറ്റുകൾ വേണം ഇല്ലേ? ആർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ലേ? ഡോക്ടേഴ്സ് നമ്മുടെ മുമ്പിലെ കാണിച്ചു തരാറില്ലേ? ഉണ്ടോ? ചിലപ്പോ ചില സംഭവങ്ങൾ നമുക്ക് ചില സോക്സുകളോ അല്ലെ എന്തെങ്കിലുമൊക്കെ ധരിക്കണമെങ്കിലൊക്കെ ഇത് ഇന്ന രീതിയിൽ ഉപയോഗിക്കണം, ഇത് ഇങ്ങനെ ഇട്ടാൽ മതി, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തയ്യാറാക്കണമെങ്കിലും ഈ ഒരു വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ടൂള് അല്ലെ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത്തരം സംഭവങ്ങളൊക്കെ നിർമ്മിക്കാം. അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അല്ലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാഴ്ചവെക്കാനായിട്ടും സാധിക്കുമെന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ആണ് അല്ലെ. നമുക്ക് വിവരം പറഞ്ഞു തരുന്നതിന് അല്ലെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നമുക്ക് വ്യക്തതയോട് കൂടിയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തില് ചിത്രത്തിന്റെ ഒക്കെ രൂപരേഖയില് അതേമാതിരി തന്നെ അതിൽ കൃത്യമായിട്ടൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഫ്ലെക്സ് എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ രേഖകൾ അല്ലെ, അങ്ങനെയുള്ള ഒരു മീനിങ് ആണ്. വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഇൻഫോർമേഷൻസ് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള രേഖകളാണ്. ഓക്കെ, എന്താണ് നെക്സ്റ്റ് പറയുന്നത്? റിസർച്ച് ആണ്. ഇതിന്റെ ഓരോ ഒന്നും അത് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓരോ വേരുകളാണെങ്കിലും ചെറിയ ചെറിയ രേഖകള് അല്ലെങ്കിൽ ചെറിയ ചെറിയ പേപ്പർ പീസുകൾ അല്ലെ, അല്ലെങ്കിൽ ചെറിയ അല്ലെ മറിച്ച് ഇതൾ താളുകൾ എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ മാത്രമേ ഒരു പേപ്പർ പോലെയുള്ള പീസുകൾ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ചിലതൊക്കെ ഫയൽ ചെയ്തൊക്കെ ആയിരിക്കും വെച്ചേക്കുന്നത്, കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടൊക്കെ ചിലതൊക്കെ അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അവര് ചിലപ്പോണെങ്കിൽ അതിൻ്റെതായ പ്രിക്കോഷൻ അല്ലെ അത് കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ തന്നെ അത് ഫയൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് മറച്ചു നോക്കി നമുക്ക് ഓരോന്നോരോന്ന് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതൊക്കെ ചെറിയ ചെറിയ ഇതളുകളായിരിക്കും. അതാണ് ആ ഉദ്ദേശിക്കുന്നത്, ഇൻഫോർമേഷണൽ ലീഫ്ലെറ്റ്സ്. ഓക്കെ, ഇതിലെന്താണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. അപ്പൊ അതിന്റെ നെക്സ്റ്റ് സെന്റൻസിലാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ക്യാൻ ജനറേറ്റ് വിഷ്വലി എൻഗേജിങ് ആൻഡ് ഇൻഫോർമേറ്റീവ് ഡോക്യുമെന്റ്സ് ടു ടീച്ച് പേഷ്യൻസ് അബൌട്ട് വേരിയസ് മെഡിക്കൽ കണ്ടീഷൻസ്. ചിലപ്പോഴൊക്കെ ചില ട്രീറ്റ്മെന്റിന്റെ കാര്യം എടുക്കുമ്പോൾ അറിയാം, പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു അല്ലെ സാധാരണ സ്റ്റേജിലേക്ക് ഒന്നും എത്താൻ പറ്റില്ല. നമുക്ക് ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അതല്ലേ ആദ്യം തന്നെ നമുക്കറിയാം ഇന്ന സ്റ്റേജുകളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ എന്താണ് അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഇങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് പറഞ്ഞേ അല്ലെ അവർക്ക് ചിത്രരൂപേണൊക്കെ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ പ്രിവെന്റീവ് മെഷേഴ്സ്, അതായത് മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർ കാര്യങ്ങള്, അല്ലെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, ഏതെങ്കിലുമൊക്കെ വ്യത്യസ്ത ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവാം. ഓപ്പറേഷൻ തന്നെ ഇപ്പൊ പലതരത്തിലുണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണോ അത് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണെന്നുള്ള കാര്യങ്ങള്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെ നമ്മുടെ ജീവിതശൈലിയിൽ വരാൻ പറ്റുന്ന മാറ്റങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് വ്യക്തമായിട്ട് പേഷ്യൻസിനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ലീഫ്ലെറ്റുകളൊക്കെ തയ്യാറാക്കാനായിട്ടും നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് എന്ന ടൂൾ ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്. Research and publications എന്താ പറയുന്നത്? back up the creation of research papers, case studies and scientific articles. അതായത് നമുക്ക് എപ്പോഴും അല്ലെ എല്ലാ കാര്യങ്ങളും ഒരു തെളിവ് സഹിതം അല്ലെ നമുക്ക് എന്തെങ്കിലും കേസ് സ്റ്റഡി ചെയ്തിട്ടാണ് അത് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെ എല്ലാവർക്കും തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. റിസർച്ച് പബ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അവര് ചെയ്ത മാത്രമേ അല്ലെ എന്തൊക്കെയാണ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നടത്തി കഴിയുമ്പോൾ അതിൻ്റെതായ കുറെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്റ്റഡി ചെയ്യാനൊക്കെ ആയിട്ട്
നമുക്കറിയാം അത് അതിൻ്റെതായ രീതിയിൽ തന്നെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ബാക്കപ്പ് ദ ക്രിയേഷൻ ഓഫ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കത് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റിസർച്ച് കൊണ്ട് കണ്ടെത്തുന്ന വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയതായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള അല്ലെ ശാസ്ത്രീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് സ്റ്റഡി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് ബാക്കപ്പ് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇത് അല്ലെ ഈ ഒരു വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ഒരു ടൂൾ കൊണ്ട് തന്നെ നമുക്കത് പരിശോധിച്ച് നമ്മുടേതായ രീതിയിലേക്കൊക്കെ കേസ് സ്റ്റഡി ഒക്കെ ചെയ്ത് വെച്ചിട്ട് വീണ്ടും അല്ലെ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് വീണ്ടും അടുത്തൊരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതും കൂടിയൊക്കെ റെഫർ നമ്മൾ പറയുകയെ ചില നമ്മൾ എന്താണ് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്യുന്നു എന്ന് പറയുന്ന മാതിരി തന്നെ പല സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പുതിയതൊക്കെ തയ്യാറാക്കിയിട്ട് അല്ലെ നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി അറിവ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്. അപ്പൊ നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള ഈ അറിവ് നമ്മൾ നേടിയെടുക്കുമ്പോൾ എന്താണ് പുതിയ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് റിസർച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തും അല്ലെ. പിന്നെ അടുത്ത കുട്ടി വരുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പഠിക്കും. വീണ്ടും അവരും ചിലപ്പോഴെങ്കിൽ അല്ലെ മെഡിക്കലായ വ്യക്തികളൊക്കെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അടുത്ത റിസർച്ചിങ് ഡീറ്റെയിൽസ് ഒക്കെ തയ്യാറാക്കും. അപ്പൊ ഈ തയ്യാറാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? നമ്മുടെ ഈ വേർഡ് പ്രോസസ്സിംഗ് എന്ന ടൂള് ഉപയോഗിക്കാറുണ്ട്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്? എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഏതൊരു സ്ഥാപനത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ? പഠിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഭരണ നിർവഹണ കേന്ദ്രങ്ങൾ അല്ലെ. ആ ഒരു ഭരണ നിർവഹണ കേന്ദ്രങ്ങളിൽ നമുക്കറിയാം തീരുമാനങ്ങളും നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത് എവിടെയായിരിക്കും? ഭരണ നിർവഹണ കേന്ദ്രങ്ങൾ. നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് തലത്തിലൊക്കെയാണ് കൂടുതൽ തീരുമാനങ്ങളും നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അതെ. അപ്പൊ ഇത്തരത്തിലുള്ള നയങ്ങളും തീരുമാനങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിലുള്ളവരുടെ ഉള്ളിലേക്ക് അല്ലെ അവരുടെ കയ്യിലേക്കും ഇതിന്റെ തീരുമാനങ്ങളും നടപടിക്രമങ്ങളൊക്കെ അറിയണം അല്ലെ. അപ്പൊ അങ്ങനെ അറിയണമെങ്കിൽ നമുക്കറിയാം മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ മെമ്മോ അല്ലെ, അതല്ലെങ്കിൽ എന്തെങ്കിലും നയങ്ങളാണെങ്കിൽ പോളിസികളോ അല്ലെങ്കിൽ ബഡ്ജറ്റ് റിപ്പോർട്ടുകളോ അതൊക്കെ തയ്യാറാക്കുന്നത് ഏത് തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഹോസ്പിറ്റലിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഡിപ്പാർട്ട്മെന്റിന് വേർഡ് പ്രോസസ്സിംഗ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകളെല്ലാം തയ്യാറാക്കാനും എന്താണ് അതിലെ മെമ്മോ തയ്യാറാക്കാം, തന്നെ മീറ്റിംഗ് മിനിറ്റ് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കാം, മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ട നടപടിക്രമങ്ങളൊക്കെ വേണമെങ്കിൽ അതിലൂടെ തയ്യാറാക്കി എല്ലാവരെയും അറിയിക്കാം. പോളിസികൾ നയങ്ങള് അല്ലെ സ്റ്റാഫുകളൊക്കെ പാലിക്കേണ്ട നയങ്ങൾ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സമയക്രമത്തിന്റെ നയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. ദെൻ ബഡ്ജറ്റ് റിപ്പോർട്ട്സ് നമുക്കറിയാം എത്രത്തോളം അല്ലെ ഓരോ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ വിവിധ മേഖലകളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോന്നിനും എന്തൊക്കെ ബഡ്ജറ്റ് ഫിനാൻഷ്യലി ഇത് നോക്കുമ്പോൾ നമുക്കറിയാം മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടാണ് ഇത്രയും ബഡ്ജറ്റ് ഇതിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നു അല്ലെ, ഇത്രയും ഭാഗം ഇന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഇന്ന ബ്ലോക്ക് പണിയാൻ വേണ്ടിയിട്ട് നീക്കിവെച്ചിരിക്കുന്നു, ഇന്ന എക്യുപ്മെന്റ്സ് പണിയാൻ വേണ്ടിയിട്ട് അല്ലെ ഇന്ന എക്യുപ്മെന്റ്സ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊക്കെ നീക്കിവെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള എന്താണ് നമ്മുടെ ബഡ്ജറ്റ് പ്ലാനുകളൊക്കെ തയ്യാറാക്കാനും എന്ത് ഉപയോഗിക്കാം? ഈ ഒരു സോഫ്റ്റ്വെയർ വേർഡ് പ്രോസസ്സിംഗ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ജസ്റ്റ് വായിച്ചു നോക്കുക. ഇതില് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട 2-3 മെത്തേഡ്സ് ഉണ്ട്. അതായത് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളതില് പ്രധാനമായിട്ട് നമുക്ക് 3 ഇതാണ് അല്ലെ മൈക്രോസോഫ്റ്റിന്റെ 3 ഇതുകളാണ് ഡെവലപ്മെന്റ് ആണ് വരുന്നത്. അതില് ഒന്ന് മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, ദെൻ മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. ഇതിന്റെ 3-ത്തിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ലെറ്ററുകളും ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഈ പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി കൂടി വേറൊരു ഇതാണ് അല്ലെ, വേറൊരു ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സെമിനാറുകളോ അല്ലെ അതായത് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ക്ലിപ്പും ഓഡിയോ ക്ലിപ്പൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്
എന്തെങ്കിലുമൊക്കെ കണ്ടക്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് ആ ഒരു പവർ പോയിന്റ് ടൂള് നമ്മൾ ഉപയോഗിക്കും. അതേമാതിരി തന്നെ എക്സൽ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടും കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള അല്ലെ എന്തെങ്കിലും മെഷർമെന്റോ എന്തെങ്കിലും ഫോർമുല അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ കിട്ടാനായിട്ട് എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സൽ എന്നത്. അപ്പൊ മൂന്നിനും മൂന്നിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. ഒന്ന് ലെറ്റർ ഒക്കെ നമുക്കൊക്കെ തയ്യാറാക്കാനാണെങ്കിൽ മറ്റൊന്ന് കുറച്ചുകൂടി പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. തേർഡ് എന്ന് പറയുന്നത് മെഷർമെന്റ് സോഫ്റ്റ്വെയർ ആണ്. പ്രധാനമായിട്ടും അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ജസ്റ്റ് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും ആ ഒരു 3 ലെവല് തന്നെ കേന്ദ്രീകരിച്ച് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് അല്ലെ ഇതുകൊണ്ട് മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താണ്? ചെറിയ ചെറിയ ഈ അബ്രിവേഷൻസ് ഒക്കെ നോക്കുക. പിന്നെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് എന്തായാലും മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറുതായിട്ടുള്ള അല്ലെ CPU എന്താണെന്നൊക്കെ ജസ്റ്റ് ചെറുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇന്റർനെറ്റും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ചു നോക്കുക. ാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ബോറടിക്കുന്നുണ്ടോ കമ്പ്യൂട്ടർ ആയതുകൊണ്ട്? അപ്പൊ ഒരു റിപ്ലൈയും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ് നെക്സ്റ്റ്. ഓക്കെ, എല്ലാവരും ഓക്കെയാണ്. നെക്സ്റ്റ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, പവർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. അതായത് നമ്മൾ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും നമുക്കറിയാം ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും സെമിനാർ കണ്ടക്ട് ചെയ്യാനോ അല്ലെ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ കുറച്ച് വീഡിയോയും ഓഡിയോ ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്. അപ്പൊ ഇതിലൂടെ നമുക്കറിയാം ലെറ്ററും കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് അത് നമ്മൾ കണ്ടു വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള രീതിയിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്തത്. പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കും അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റ് മാത്രമല്ലാതെ കുറച്ചും കൂടി എന്താണ് വീഡിയോസ് ഒക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഹാപ്പി ആയിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലാസ് ബോറടിക്കാതെ അല്ലെ ഇച്ചിരി കൂടി നമ്മൾ ഇതായിട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ സെമിനാർ അങ്ങനെയുള്ളത് കണ്ടക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. അപ്പൊ അവർക്ക് അതിലൂടെ എല്ലാം അല്ലെ കുറച്ച് ഡീറ്റെയിൽസ് നേരിട്ട് പറയാൻ സാധിക്കും. പിന്നെ വിഷ്വലി നമ്മൾ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് കൊടുക്കും. ചിലപ്പോൾ ഓഡിയോ ക്ലിപ്സ് ഒക്കെ മനസ്സിലല്ലേ മറ്റുള്ളവരുടെ കുറച്ചും കൂടി അല്ലെ കുറച്ചും കൂടി എന്താ പറയുക ഇത്തിരി കൂടി അഡ്വാൻസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ചില നോളജ് കൂടി അല്ലെ എല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാത്ത ബോധത്തില് ഉൾപ്പെടുത്തി കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്സ് ഒക്കെ കൊടുക്കും. അപ്പൊ അതിനൊക്കെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. Microsoft PowerPoint is a broadly used presentation software developed by Microsoft. Now, point important ആണ്. First ആയിട്ട് നോട്ട് ചെയ്യുക. Microsoft PowerPoint is a broadly used presentation software. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? മൈക്രോസോഫ്റ്റ്. ഓക്കെ, വികസിപ്പിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. It permits users to generate, edit, and deliver dynamic and visually engaging presentations. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് വിഷ്വലി അല്ലെ നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തില് അല്ലെ നമുക്ക് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്താ പറയുക ചിത്രരൂപേണ തന്നെ അത് നമ്മളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തി അല്ലെ അത് രൂപകൽപ്പന ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം എന്തിലുണ്ട്? ഈ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ ഉണ്ട് എന്നതാണ്. There are some main features and benefits of MS PowerPoint.
അതുകൊണ്ട് തന്നെ താഴെ കുറച്ച് അതിന്റെ സവിശേഷതകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് സവിശേഷത പറയുന്നത് സ്ലൈഡ് ക്രിയേഷൻ ആണ്. നോക്കാം, സ്ലൈഡ് ക്രിയേഷൻ ഇതിലെല്ലാം അങ്ങനെ സ്ലൈഡ്സുകളാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും അല്ലെ. സ്ലൈഡ് ക്രിയേഷൻ ഉണ്ട്, സ്ലൈഡ് ഫോർമാറ്റിംഗ് ഉണ്ട്, സ്ലൈഡ് ലേ ഔട്ട് ഉണ്ട്. നോക്കാം, സ്ലൈഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് PowerPoint extends a user friendly interface for generating slides. അതായത് സ്ലൈഡ് നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് പഠിച്ച് അല്ലെ, അത് ആർക്കാണെങ്കിലും ബിഗിനേഴ്സിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്, ഫ്രണ്ട്ലി ആണ് പിന്നെ അതിന്റെ ടേംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. യൂസേഴ്സ് ക്യാൻ ഈസിലി ആഡ് ടെക്സ്റ്റ്, ഇമേജ്, ഷേപ്സ്, ചാർട്ട്സ് ആൻഡ് മൾട്ടിമീഡിയ എലമെന്റ്സ് ടു സ്ലൈഡ്സ് അല്ലെ. സ്ലൈഡുകളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിന്റെ ചാർട്ടുകളൊക്കെ തെരഞ്ഞെടുത്ത് അല്ലെ, അതിന്റെ ഷേപ്പുകളൊക്കെ അതൊക്കെ നോക്കി നമുക്ക് അതിലേക്കൊക്കെ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. which enable them to carry information in an effective manner. നമുക്കറിയാം, ഒരു ചാർട്ട് രൂപേണ അല്ലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് വായിച്ച് മനസ്സിലാക്കുന്നതിന് പകരം അത് കൃത്യമായിട്ട് തന്നെ കുറച്ചും കൂടി കളർഫുൾ ആയിട്ട് തന്നെ ചാർട്ട് രൂപേണയൊക്കെ തരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അല്ലെ എത്ര പെർസെന്റേജ് ഒക്കെയാണ് കൂടി നിൽക്കുന്നത്, എത്ര പെർസെന്റേജ് ഒക്കെയാണ് കുറഞ്ഞു നിൽക്കുന്നതെന്നൊക്കെ വായിച്ചൊന്ന് ഒരു 2-3 ലൈനായിട്ട് തരികയാണെങ്കിൽ നമുക്ക് അത്രയും വായിച്ച് മനസ്സിലാക്കും അല്ലെ. അതേസമയം ഒരു ചിത്ര രൂപേണ തരികയാണെങ്കിൽ നമുക്ക് ഒറ്റ മാത്രമേ തന്നെ അറിയാം ഏതാണ് ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്ന പെർസെന്റേജ് എന്താണ്. അപ്പൊ അത് അത്തരത്തിലുള്ള രീതിയിൽ ചാർട്ട് രൂപേണയോ അല്ലെങ്കിൽ ഇമേജുകൾ അതിൻ്റെതായിട്ടുള്ള ഇമേജുകളൊക്കെ അതിലേക്ക് പേസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ സാധിക്കും. ഷേപ്പുകളെല്ലാം അല്ലെ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഷേപ്പുകളൊക്കെ അതിലേക്ക് അല്ലെ അതിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എന്താണ് പ്രസന്റലി അല്ലെ, പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ അല്ല അപ്പിയറൻസ് നല്ല രീതിയിൽ അത് മറ്റുള്ളവർക്ക് വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത്. ഓക്കെ, സ്ലൈഡ് ഫോർമാറ്റിംഗ്. എന്താണ് സ്ലൈഡ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്? PowerPoint offers a wide reach of formatting options to customize the appearance of slides. നമ്മളിപ്പോ കണ്ടു അല്ലെ, നമ്മുടെ അപ്പിയറൻസ് നമുക്ക് കാണുന്നത് നല്ല ഭംഗിയിൽ അല്ലെ, അത് പെട്ടെന്ന് പക്ഷെ ക്ലിയർ ആവുന്ന തരത്തിലുമായിരിക്കും. അതിനാവശ്യമായിട്ടുള്ള ഇതുകളെല്ലാം അത് ഓഫർ ചെയ്യുന്നുണ്ട്. ഏത് PowerPoint എന്ന സോഫ്റ്റ്വെയർ നമുക്കായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. യൂസേഴ്സ് ക്യാൻ അപ്ലൈ themes, alter fonts, color and background and use transitions and animation to improve visual appearance and engage the audience. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഓഡിയൻസ് ഒരു പക്ഷെ ചിലപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ ലെവലിലേക്കുള്ള നമ്മളെ സംഭവങ്ങളായിരിക്കും അവതരിപ്പിക്കുന്നത് അല്ലെ. കുറച്ചും കൂടി അല്ലെ ഇച്ചിരി കൂടി ടീച്ചേഴ്സ് പോലെയുള്ള വ്യക്തികളുടെ മുമ്പിലാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം അവർക്ക് അനുയോജ്യമായിട്ട് അല്ലെ, അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവതരിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. അത് മാത്രം തന്നെ എന്താണോ അല്ലെ ഏത് തരക്കാരാണോ ആ തരക്കാർക്ക് അനുയോജ്യമായ രീതിയിലുള്ള സ്ലൈഡുകളെല്ലാം അല്ലെ അതിനനുസരിച്ചിട്ടുള്ള കളറുകളും എല്ലാം അതിനകത്ത് കൂട്ടി കലർത്തിയിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്ലൈഡ് ലേ ഔട്ട്സ് എന്ന് പറയുന്നത് ഇതേമാതിരി നമുക്ക് ഒരുപാട് ഫോമുകൾ അല്ലെ സ്ലൈഡുകളുണ്ട്. പ്രീവിയസ്ലി നമ്മളിങ്ങനെ നേരത്തെ കൂട്ടിയ അന്നത്തെ സ്ലൈഡുകൾ കിടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് എടുത്തിട്ട് കുറച്ചും കൂടി ഭേദഗതികൾ വരുത്തിയാൽ മതി അല്ലെ. അതാണ് നെക്സ്റ്റിൽ പറയുന്നത് സ്ലൈഡ് ലേ ഔട്ട്സ്. PowerPoint provides slide layouts designed previously, making it easy to generate a consistent and professional looking presentations. അതായത് പ്രൊഫഷണൽ ലുക്കിംഗ് ആർക്ക് തക്ക വിധത്തിൽ മുൻകൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഓൾറെഡി സ്ലൈഡുകൾ അവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും. ആ സ്ലൈഡുകൾ എടുത്തിട്ട് ഇച്ചിരി കൂടി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അല്ലെ മറ്റുള്ളവരിലെ അപ്പിയറൻസിൽ അല്ലെ അവർക്ക് ഇച്ചിരി കൂടി ആകർഷിക്കത്തക്ക വിധത്തിലൊക്കെ ആക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Then users can select from variety of layouts for little slides, content slides, comparison slides and more, saving time and effort in slide design. Alter font. അതായത് നമ്മൾ ഈ ഫോണ്ടുകളൊക്കെ കൊടുക്കൂല, കുറച്ചും കൂടി ജസ്റ്റ് വായിച്ചു നോക്കട്ടെ. ഞാൻ വായിച്ചു വരാനുള്ളതാണ്. Alter fonts, okay. The users apply themes, then alter fonts, colors. അതായത് നമ്മൾ അതിലിപ്പോ മറ്റേ ജസ്റ്റ് എന്താണ് ചിലപ്പോ നമ്പർ ടൈപ്പിലായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ എന്താണ് ഓരോ ബുള്ളറ്റ് ഫോണ്ടുകളൊക്കെ അല്ലെ കുത്തു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്യും.
അല്ല അത് ഇത്തിരി കൂടി അട്രാക്റ്റീവ് ആകുന്ന ചിലപ്പോൾ ആണെങ്കിൽ ചില ഇമേജുകളൊക്കെ പ്രസന്റ് ചെയ്യും അല്ലെ, ഫോണ്ടുകളുടെ രൂപത്തില് ഇമേജുകളൊക്കെ പ്രസന്റ് ചെയ്യും. നമുക്കറിയാം ഇപ്പൊ ചിലപ്പോൾ വായിച്ചു നോക്കുമ്പോൾ അത് നമ്മുടെ ആ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്പറും കുത്തും കോമയൊക്കെ മാറിയിട്ട് ഇച്ചിരി കൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വേറെ ഒരു അല്ലെ ഇമേജിലൊക്കെ വരാറുണ്ട് പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് അൾട്ടർ ഫോൺസ്. ചിലപ്പോൾ നിലവിലോട്ട് നമ്പർ വൈസ് ആയിട്ടൊക്കെ ആയിരിക്കും പോയിന്റ്സുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇച്ചിരി കൂടി എല്ലാവരിലേക്കും ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആ നമ്പറൊക്കെ മാറ്റിയിട്ട് വേറെ അല്ലെ ഏതെങ്കിലുമൊക്കെ ഫോണ്ട് സൈസുകളൊക്കെ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യും. ക്ലിയർ ആയോ? മനസ്സിലായി കാണുന്ന വിചാരിക്കും. ഓക്കെ, പോയിന്റുകളൊക്കെ ഓക്കെ. അപ്പൊ അത്തരത്തില് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഇതിനകത്തുണ്ട് അല്ലെ. വിഷ്വലി നമ്മൾ നല്ലൊരു നല്ലൊരു അപ്പിയറൻസ് ആക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൊല്യൂഷനും എന്താ ഈ ഒരു പവർ പോയിന്റ് ടൂളിൽ അടങ്ങിയിട്ടുണ്ട്. അത് പ്രീവിയസ്ലി എടുത്തിട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് ആൾക്കാർ ചെയ്താൽ മതി അല്ലെ, എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ മാറ്റിയാൽ മതി. ഞാൻ അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ, ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചേഞ്ചസ് ചെയ്യാം. നെക്സ്റ്റ് എന്താ പറയുന്നത്, മേക്കിംഗ് ഇറ്റ് ഈസി ടു ജനറേറ്റ് കൺസിസ്റ്റ് ആൻഡ് പ്രൊഫഷണൽ ലുക്കിംഗ് presentations. Users can select from a variety layout for detailed slides, content slides, comparison slides, and more, saving time and effort in slides design. അപ്പൊ ഇതിൽ നമ്മളിപ്പോ എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ, ചിലപ്പോഴെങ്കിലും ഒന്ന് കമ്പാരിസൺ ചെയ്ത് കാണിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളായി, അല്ലെങ്കിൽ ഉള്ളടക്കത്തിന്റെ കുറച്ച് സ്ലൈഡുകളൊക്കെ ആയിരിക്കണം കാണിച്ചു കൊടുക്കേണ്ടത്. അതെന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും വായിച്ചു നോക്കണം നേരമൊന്നും ഉണ്ടാവുന്നില്ല അല്ലെ. മാനേജിംഗ് ലെവലിലുള്ള പേഴ്സൺസിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ കണ്ടന്റ് മാത്രമായിരിക്കും അവര് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കണ്ടന്റിൽ എന്തൊക്കെ പെടാം, ചിലപ്പോ കുറച്ച് കാര്യങ്ങളെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ അതിൽ നിന്ന് മൊത്തത്തിൽ അതെന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി അപ്പൊ അതിനുള്ള രീതിയിലുള്ള ഫോർമാറ്റ് ആയിരിക്കണം നമ്മൾ രൂപകൽപ്പന ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം എന്താണ് പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരുപാട് സമയം വേസ്റ്റ് ആക്കാതെ അല്ലെ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനായിട്ട് ഈ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അതാണ് ലാസ്റ്റ് ഇതിൽ പറയുന്നത്, സേവിങ് ടൈം ആൻഡ് എഫേർട്ട് ഇൻ സ്ലൈഡ് ഡിസൈൻ. അപ്പൊ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് റിസൾട്ട് വരെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറയുന്നത് ബർഡൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നേരത്തെ നിലവിലുള്ള അല്ലെ സ്ലൈഡ് ലേഔട്ടിൽ കിടക്കുന്ന പ്രീവിയസ് ആയിട്ടുള്ള സംഭവം എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിലേക്ക് കൂട്ടിച്ചേർത്താൽ മതി. അപ്പൊ ഒരുപാട് സമയം അവിടെ വേസ്റ്റ് ആക്കാതെ എഫേർട്ടുകൾ അല്ലെ ഒരുപാട് എഫേർട്ടും മുടക്കാതെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് അല്ലെ നമ്മുടെ ഡിസൈൻ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. നെക്സ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. എന്താണ് നെക്സ്റ്റ് പറയുന്നത്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതില് പല കാര്യങ്ങൾ അല്ലെ, പണ്ടത്തെ മാതിരിയല്ല എല്ലാം ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാതെ തന്നെ നിങ്ങൾക്ക് പോരടിക്കും അല്ലെ, നിങ്ങളെയും കൂടിയും ഉൾക്കൊള്ളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കൂടി സമയവും ഡിലേ ആവും അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ ഇതിനനുസരിച്ചിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ബോറടിപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കത്തക്ക വിധത്തിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തുക. ചിലപ്പോൾ വിഷ്വലി കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക, ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ചിലത് എന്താണ് ഓഡിയോ ക്ലിപ്പ് വഴി കുറച്ച് കേൾപ്പിച്ചു കൊടുക്കുക. അങ്ങനെ പലതാകുമ്പോഴെന്താണ് നമ്മുടെ ഈ കാര്യങ്ങൾ അല്ലെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് വളരെ ബോറടിക്കാതെ തന്നെ കുറെ കാര്യങ്ങൾ ഗ്രഹിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള യൂസേജ് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ഇതിന് സാധ്യമായ ഒരു സോഫ്റ്റ്വെയറിന് തന്നെ ഉപയോഗപ്രദമാക്കാനുള്ള സാധ്യതയാണ്. PowerPoint permit the insertion of multimedia elements like images, audio and video files, etc. Okay, നമുക്ക് അപ്പൊ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താമെന്നാ പറയുന്നത്, എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്താമെന്നാ പറയുന്നത്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. PowerPoint permits the insertion of multimedia elements. എന്തൊക്കെ മൾട്ടിമീഡിയ എലമെന്റ്സ് ഉൾപ്പെടുത്താമെന്നാ പറയുന്നത്, ഇമേജസ് ഉൾപ്പെടുത്താം, പിന്നെ ഓക്കെ എല്ലാവരും ഇമേജസ് ഓഡിയോ ഉൾപ്പെടുത്താം, വീഡിയോ ഉൾപ്പെടുത്താം, ഫയലുകൾ മറ്റേതെങ്കിലും ഫയലുകൾ വേണമെങ്കിൽ അല്ലെ എന്തെങ്കിലും പ്രൂഫൊക്കെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ ഫയലുകളെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് മറ്റുള്ളവരെ മുമ്പില് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. ഓക്കെ, അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ.
മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന ഫീച്ചറിന്റെ പ്രത്യേകതയാണ് എന്ത്, ആ ഫീച്ചർ ഉപയോഗിച്ചാൽ അല്ലെ, ആ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതായത് ഈ മൈക്രോസോഫ്റ്റ് അല്ലെ പവർ പോയിന്റില് ഇതിനുള്ള സവിശേഷത കൂടിയുണ്ട്. എന്തിനുള്ള സവിശേഷത കൂടി, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ മൾട്ടിമീഡിയ എലമെന്റ്സ് ഉപയോഗിക്കാനുള്ള ഫീച്ചർ കൂടി ഈ പവർ പോയിന്റിലുണ്ട്. ആ മൾട്ടിമീഡിയ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഇമേജസ് ഉൾപ്പെടുത്താം, മാത്രമല്ല തന്നെ മറ്റേതെങ്കിലും ഓഡിയോ ക്ലിപ്പിംഗ് വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താം, വീഡിയോയും കാണിക്കാം, ഒപ്പം തന്നെ മറ്റ് ഫയലുകളും വേണമെങ്കിലും ഉൾപ്പെടുത്തി തന്നെ ആരുടെ മുമ്പിലും എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. This makes the users able to incorporate the visual and the authority aids into their presentation, making them more interactive and engaging. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ വരുമ്പോഴല്ലേ ശ്രോതാക്കൾക്ക് നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും അല്ലെ, അവർക്ക് എല്ലാം കൂടി അല്ലെ എന്നകത്ത് ഉൾപ്പെടുത്തുകയാണ് അല്ലെ, ബോറടിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് അല്ലെ കൃത്യതയോട് കൂടിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Visual and authority aids into their presentation, making them more interactive and engaging. അതിൽ ശ്രോതാക്കളെ കൂടുതൽ അതിലെ ലയിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. Overall, Microsoft PowerPoint provides a powerful ground and generating visually appealing and impactful presentations. അതായത് നമുക്ക് അല്ലെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രസന്റേഷൻ ടൂൾ ഉണ്ടായെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പില് അല്ലെ നമുക്ക് ഇമ്പാക്റ്റ്ഫുൾ എന്ന് പറയുന്നത് സ്വാധീനമുള്ള ഒരു നല്ല എവിഡൻസ് ആയിട്ടൊക്കെ അല്ലെ നമ്മളുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഓവറോൾ അല്ലെ എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തില് ഇത് ദൃശ്യപരമായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അവർക്കാണെങ്കിൽ അത് അല്ലെ അത് നല്ല സ്വാധീനമുള്ള ഒരു എവിഡൻസ് അല്ലെ നല്ല രീതിയിൽ തന്നെ അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Then it user-friendly interface, formatting options, multimedia integration, and the collaboration features make it a popular selection for professionals, educators, and individuals who look to communicate information in an effective manner. അതായത് എല്ലായിടത്തും അല്ലെ ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മാനർ ആണ് എന്തെന്ന് പറയുന്നത്, കാര്യക്ഷമമായിട്ടുള്ള ഒരു എഫക്റ്റീവ് മാനർ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ ആശയവിനിമയം നടത്താനായിട്ട് കാര്യക്ഷമമായിട്ടുള്ള ഒരു എഫക്റ്റീവ് മാനർ ആണ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് അല്ലെ. പവർ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു സ്ലൈഡ് ക്രിയേഷനൊക്കെ അല്ലെ എല്ലാവരുടെ മുമ്പിലും കൃത്യമായിട്ട് തന്നെ ഓരോന്നും കൃത്യമായിട്ട് അവതരിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതിലെന്തെങ്കിലുമൊക്കെ കൂടുതൽ അല്ലെ ഉൾപ്പെടുത്തണമെങ്കിലും ഇമേജും ഓഡിയോയും വീഡിയോയും ഒക്കെ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് സാധിക്കുന്നത് കൊണ്ട് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ അല്ലെ അതിന്റെ കൊളാബറേഷൻ ഫീച്ചേഴ്സ് വ്യത്യസ്ത തരത്തിലുള്ള ഫീച്ചറുകൾ സഹകരിച്ചിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രൊഫഷണൽ ലുക്കോട് കൂടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അത് എഡ്യൂക്കേറ്റേഴ്സിനും അതേപോലെ ഇൻഡിവിജ്വൽസിനും എല്ലാത്തിനും തന്നെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഫസ്റ്റ് ലൈനൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് പോയല്ലോ അല്ലേ. പിന്നെ അതിലൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് സ്ലൈഡ് ലേഔട്ട്. ലേഔട്ട് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള അല്ലെ സ്ലൈഡ്സുകൾ നമ്മളുടെ മുമ്പില് നമുക്ക് ഉപയോഗപ്രദമാക്കി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതേമാതിരി തന്നെ ഇതിന്റെ മൾട്ടിമീഡിയ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഇമേജ്, ഓഡിയോ, വീഡിയോ ഫയൽസ് എല്ലാം എന്താണ് മറ്റു തരത്തിലുള്ള അല്ലെ അതിന്റെ ഇൻസേർഷൻ അതിന്റെയൊക്കെ കൂട്ടിച്ചേർക്കല് നടത്താനായിട്ട് പവർ പോയിന്റിന്റെ അതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ, വായിച്ചു നോക്കിയോ?
അടുത്ത പോയിന്റ് ഇതിലേക്ക് കിടന്നോട്ടെ. ഡൗട്ടുകളൊന്നും ഇല്ല എങ്കിൽ ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റലിലേക്ക് കിടന്നോട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് തുടങ്ങാം അല്ലെ. എന്തായാലും ഫുള്ളും ഇതാക്കാനായിട്ട് സാധിക്കില്ല. എനിവേ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽസ്. അപ്പൊ നമ്മൾ പവർ പോയിന്റിന്റെ കാര്യം കണ്ടു, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അതിന്റെ ഉപയോഗം, ഹോസ്പിറ്റലിലുള്ള ഉപയോഗം എന്താണെന്ന് നോക്കാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അല്ലെ, അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. കാരണം കുട്ടികൾക്കെല്ലാം അവിടെയുള്ള വ്യക്തികൾക്കെല്ലാം അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. PowerPoint is widely used in hospitals for medical education and training programs. സാധാരണയായിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ ഹോസ്പിറ്റലൊക്കെ നമുക്കറിയാം എന്താണ് പേഷ്യൻസിനൊക്കെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഇപ്പൊ ട്രെയിനിങ് സെക്ഷൻ ഒക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇൻ കേസ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആകുമ്പോൾ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഇപ്പൊ ഫസ്റ്റ്ലി അത് എങ്ങനെ ചെയ്യണം, അത് എങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു പവർ പോയിന്റിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതിലെ വീഡിയോസ് ഉൾപ്പെടുത്താൻ സാധിക്കും, ഇമേജുകൾ കാണിക്കാൻ സാധിക്കും, അതേമാതിരി തന്നെ ഓഡിയോ ക്ലിപ്പുകളെല്ലാം കൃത്യമായിട്ട് ഉൾപ്പെടുത്തി കാണിക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഇത് ട്രെയിനിങ് കൊടുക്കാനായിട്ട് പറ്റുന്ന സോഫ്റ്റ്വെയർ അല്ലേ? അല്ലേ? അതെ, കാരണം നമുക്ക് ബോറടിക്കാതെ പക്ഷെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഏറ്റവും എളുപ്പം പറ്റുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത് നമുക്ക് ലെറ്ററും ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന സംഭവമാണെങ്കിൽ പവർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടൂളാണ് അല്ലെ. അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ വീഡിയോയും ഓഡിയോയും ഇമേജും എല്ലാം ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. Then എന്താ പറയുന്നത്, it makes the healthcare professionals able to create a visually engaging presentation to give out the lectures, conduct workshops and provide teaching materials to staff members, medical students and patients. അതായത് നമുക്കറിയാം ഇത് അല്ലെ, എല്ലാ സഹപ്രവർത്തകർക്കും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും അല്ലെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയൊക്കെ എടുക്കേണ്ടത്, അങ്ങനെ പ്രൊഫഷണൽസിന് അല്ലെ അവർക്ക് തന്നെ വിഷ്വലി അതിന്റെ ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇത് എങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത്, ഈ സങ്കീർണമായ പ്രശ്നത്തെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അല്ലെ ലെക്ചേഴ്സിന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെ പ്രാക്ടിക്കൽ വർക്കുകളൊക്കെ നടത്തുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായിട്ടൊക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ആൻഡ് പ്രൊവൈഡ് ടീച്ചിങ് മെറ്റീരിയൽസ് അല്ലെ. ടീച്ചിങ് മെറ്റീരിയൽ നമുക്കറിയാം ഓരോ ഒരുപാട് എക്യുപ്മെന്റ്സ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ ഹോസ്പിറ്റലാകുമ്പോൾ. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. then എന്താണ് മെഡിക്കൽ സ്റ്റുഡൻസ് ആൻഡ് പേഷ്യൻസ്, അതേമാതിരി തന്നെ സ്റ്റുഡൻസിനാണെങ്കിലും ഇത് അല്ലെ കൃത്യമായിട്ട് എല്ലാ കാര്യം. ഇൻ കേസ് സ്റ്റാഫ് മെമ്പേഴ്സിനാണെങ്കിലും ഇത് എങ്ങനെയൊക്കെ, ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സങ്കീർണമായ പ്രശ്നമാണ്. ഡോക്ടേഴ്സ് തന്നെ ചിലപ്പോ ആണെങ്കിൽ ഒന്നിച്ചൊരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ഇത് എങ്ങനെയാ അല്ലെ, അപ്പൊ ചിലപ്പോ വിഷ്വലി അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും അല്ലെ. അപ്പൊ അവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാം, ഈ ടൈമിനുള്ളിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഒരു ഒന്നിച്ചിട്ട് തീർത്തുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെ അവലോകനമൊക്കെ നടത്താനായിട്ട് സാധിക്കും. സ്റ്റുഡൻസിനാണെങ്കിലും കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. വർക്ക്ഷോപ്പിലാണെങ്കിലും അല്ലെ പ്രാക്ടിക്കൽ സെക്ഷനിലൊക്കെ അത് കൃത്യമായിട്ട് അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ തരത്തിലുള്ള മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ ടൂൾ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. then എന്താണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ. ഇവിടെ ഫസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. ക്ലിനിക്കൽ പ്രസന്റേഷനിൽ എന്താ പറയുന്നത്, പവർ പോയിന്റ് ഈസ് ജനറലി employed for clinical presentations, conference and round in hospitals. അതായത് റൗണ്ട്സിന് നമുക്ക് ക്ലിനിക്കൽ ആയിട്ടുള്ള അല്ലെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻ കേസ് റൗണ്ട്സും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇന്ത്യന്റെ കാര്യങ്ങളൊക്കെ അല്ലെ എന്താണ് വ്യക്തിപരമായിട്ട് ചെയ്യുമ്പോൾ അല്ലെ ഏതൊക്കെ രീതിയിലാണ് ഇത് ഇങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. വിഷ്വലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അല്ലെ. അവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നത്, ഫിസിഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് use it to display research findings, case studies, treatment protocols and clinical outcomes to their co-workers, encouraging
നോളജ് ഷെയറിംഗ് ആൻഡ് പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ്. അതായത് ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രസന്റേഷൻ കൊണ്ട് അല്ലെ, നമ്മളിപ്പോ ഒരു കോൺഫറൻസ് കൂടിയോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൂടിയൊക്കെയാണ് അവിടെയുള്ള അല്ലെ വലിയ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കോൺഫറൻസ് ഒക്കെ കൂടുമ്പോൾ അവരിത് എങ്ങനെ അല്ലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചിലര് അവരുടേതായ അനുഭവങ്ങളൊക്കെ പങ്കിടും അല്ലെ. അപ്പൊ ആ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ അവര് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങളൊക്കെ തീരുമാനത്തിലെത്തും, നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അല്ലെ, ഇങ്ങനെയാവുമ്പോൾ ഇങ്ങനെ പ്രശ്നത്തിന് ഇങ്ങനെ ആദ്യം പരിഹരിച്ചു പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലില് അറൗണ്ട് ആയിട്ട് അല്ലെ കോൺഫറൻസ് ഒക്കെ സംഘടിപ്പിച്ചിട്ട് പ്രസന്റ്ലി അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഫിസിഷ്യൻസിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് എന്താണ് പ്രധാനമായിട്ടും റിസർച്ച് ഗവേഷണങ്ങളൊക്കെ നടത്താനായിട്ട് അല്ലെങ്കിൽ ചില കേസുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസുകൾ അല്ലെ, എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ റിസൾട്ടുകൾ എന്തായിരിക്കും എന്നൊക്കെ നേരത്തെ കുട്ടിക്ക് ചിന്തിക്കാനും അത് തിട്ടപ്പെടുത്താനൊക്കെ ആയിട്ട് ഈ ഒരു പ്രസന്റേഷൻ ടൂള് കൊണ്ട് സാധിക്കുമെന്നുള്ളത് ആ ഒരു പോയിന്റ് വരെ നമുക്ക് പറഞ്ഞു നിർത്താം. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എടുക്കാം. എന്തായാലും ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിൽ ഒരു പോയിന്റ് ജസ്റ്റ് ഇന്ന് നോട്ട് ചെയ്ത് പോയേക്കണം. അതായത് പവർ പോയിന്റ് വൈഡ്ലി യൂസ് ഇൻ ഹോസ്പിറ്റൽസ് ഫോർ എന്താണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ട്രെയിനിങ് പ്രോഗ്രാം നടത്താനായിട്ട് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഇത് നമ്മുടെ പവർ പോയിന്റ്. ക്ലിയർ ആണോ? എടുത്തോടത്തോളം ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, എന്തായാലും ഇന്ന് തന്നെ വായിച്ചു പോകട്ടെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാനുണ്ട്, അതുകൊണ്ട് എന്തായാലും സ്പീഡൊക്കെ കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യാം. അപ്പൊ ഞാൻ ഒന്ന് കുറച്ച് കൊണ്ടുവരാം. കുഴപ്പമൊന്നും ഇല്ലാതെയാണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു കൊടുക്കും. ഓക്കെ, താങ്ക് യു.